Dear students, welcome to Learner's World. In this video, I am going to talk about Dreams Realized by Mahadev Desai, Unit 2 Winds of Change, 9th Standard English, New Textbook, Kerala Syllabus. Unit 2 Winds of Change. അപ്പോൾ ഈ ഒരു യൂണിറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു കോട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആസ് എ യങ് സിറ്റിസൺ ഓഫ് ഇന്ത്യ, ആംഡ് വിത്ത് ടെക്നോളജി, നോളജ് ആൻഡ് ലവ് ഫോർ മൈ നേഷൻ, ഐ റിയലൈസ് എ സ്മോൾ എയിം ഈസ് എ ക്രൈം. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ ഒരു യങ് സിറ്റിസൺ എന്ന നിലക്ക് ടെക്നോളജി, നോളജ്, അതുപോലെ എൻ്റെ രാജ്യത്തോടുള്ള ആ ഒരു സ്നേഹം ഒക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ഐ റിയലൈസ് എ സ്മോൾ എയിം ഈസ് എ ക്രൈം. ഞാൻ മനസ്സിലാക്കുന്നത് ചെറിയ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു കുറ്റമാണ്. എ സ്മോൾ എയിം ഈസ് എ ക്രൈം. അപ്പം അദ്ദേഹം നമ്മളോട് പറയുന്നത് നമ്മൾ വലിയ ലക്ഷ്യത്തിലായിരിക്കണം, അതായത് നമ്മൾ കൂടുതൽ സ്വപ്നം കാണണം, ഡ്രീം ചെയ്യണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഡ്രീമിനെ കുറിച്ചിട്ട് നമ്മളോട് സ്വപ്നം കാണാൻ പറയുന്ന ഒരുപാട് കോട്സ് ഉണ്ട്. ഡ്രീംസ് ട്രാൻസ്ഫോം ഇൻ ടു തോട്ട്സ് ആൻഡ് തോട്ട്സ് റിസൾട്ട് ഇൻ ആക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു യൂണിറ്റിൻ്റെ കീഴിൽ വരുന്ന ചാപ്റ്റേഴ്സ് ഡ്രീംസ് റിയലൈസ്ഡ് ബൈ മഹാദേവ് ദേശായ്, ദ ടോയ്ലറ്റ് ബൈ ജീന മലോബ് ആൻഡ് സക്സസ് ബൈ എ ലോങ് ഫെല്ലോ. ഓക്കെ, പിന്നീട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ കഴിയും ലെറ്റ്സ് ലോഗിൻ എന്ന് പറഞ്ഞിട്ട് മാർക്ക് ട്വെയിൻ്റെ ഒരു കോട്ട് നമുക്കതിൽ കാണാൻ കഴിയും. ദ സീക്രട്ട് ഓഫ് ഗെറ്റിംഗ് അഹെഡ് ഈസ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്. മാർക്ക് ട്വെയിൻ പറഞ്ഞിട്ടുള്ള ഒരു കോട്ടാണ്. അതായത് മുന്നോട്ട് പോകുന്നതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് തുടങ്ങുക എന്നുള്ളത് തന്നെയാണ്. അതായത് നമുക്ക് ജീവിതത്തിൽ വിജയം വേണം എന്നുള്ളതിൻ്റെ രഹസ്യം, വിജയിക്കുക എന്നുള്ളതിൻ്റെ രഹസ്യം, പിന്നിലുള്ള രഹസ്യം എന്ന് പറയുന്നത് തുടങ്ങുക, സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്നാണ് മാർക്ക് ട്വെയിൻ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്കൊരു പിക്ചർ കാണാൻ കഴിയും. ഫസ്റ്റ് പിക്ചറിൽ അമ്മ കുട്ടിനോട് ചോദിക്കുകയാണ്, വാട്ട് ആർ യു ഡ്രീമിങ് ഓഫ്? നീ എന്താണ് സ്വപ്നം കാണുന്നത്? അപ്പോൾ കുട്ടി പറയുകയാണ്, ഡ്രീമിങ് ഓഫ് മൈ ഡ്രീംസ്. ഞാൻ എൻ്റെ ഡ്രീംസിനെ, അതായത് എൻ്റെ ആസ്പിരേഷൻസിനെ, എൻ്റെ സ്വപ്നങ്ങളെ, എൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടാണ് ഞാൻ സ്വപ്നം കാണുന്നത് എന്നുള്ള ഒരു കോട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. We have different dreams and desires that help us achieve success and fulfillment in life. Don't we? Now take a look at the pictures. അത് നമുക്കെല്ലാവർക്കും പലതരത്തിലുള്ള സ്വപ്നങ്ങളുണ്ട് അല്ലേ? അപ്പോൾ താഴെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തിനെ ആസ്പദമാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് എ മദർ ആസ്ക് ഹെർ ഡോട്ടർ? ആ പെൺകുട്ടിയോട് അമ്മ എന്താണ് ചോദിക്കുന്നത്? The mother asked her daughter what she is dreaming about. എന്തിനെ കുറിച്ചിട്ടാണ് നീ സ്വപ്നം കാണുന്നത് എന്നുള്ളതാണ് അമ്മ ചോദിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഗേൾസ് റിപ്ലൈ? ആ കുട്ടിയുടെ റിപ്ലൈ എന്തായിരുന്നു? ദ ഗേൾ റിപ്ലൈസ് ദാറ്റ് ഷീ ഈസ് ഡ്രീമിങ് ഓഫ് ഹെർ ഡ്രീംസ്. അവളുടെ സ്വപ്നങ്ങളെ കുറിച്ചിട്ടാണ് അവൾ സ്വപ്നം കാണുന്നത്. അടുത്തത്, ഡസ് ദ ഗേൾ റെഫർ ടു ദ ഡ്രീംസ് ഷീ ഹാഡ് വൈൽ സ്ലീപ്പിംഗ്? ജസ്റ്റിഫൈ യുവർ റെസ്പോൺസ്. ആ ഒരു പെൺകുട്ടി തൻ്റെ ഉറക്കത്തിലാണോ, ഈ ഉറക്കത്തിലുള്ള ഡ്രീംസിനെ കുറിച്ചിട്ടാണോ ചിന്തിക്കുന്നത്? നിങ്ങളുടെ ആൻസർ, റെസ്പോൺസ് ജസ്റ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നോ, ആ കുട്ടി ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങളെ കുറിച്ചിട്ടല്ല ആ കുട്ടി പറയുന്നത്. അവളുടെ ആസ്പിറേഷൻസിനെ കുറിച്ചിട്ട്, അവളുടെ ഗോൾസിനെ കുറിച്ചിട്ട്, ലൈഫിൽ ഫ്യൂച്ചറിലെ ഡ്രീംസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദ ഗേൾ ഈസ് നോട്ട് റെഫറിങ് ടു ദ ഡ്രീംസ് ഷീ ഹാഡ് വൈൽ സ്ലീപ്പിംഗ്. ഷീ ഈസ് ടോക്കിംഗ് അബൌട്ട് ഹെർ ഗോൾസ് ആൻഡ് ആസ്പിറേഷൻസ് ഫോർ ദ ഫ്യൂച്ചർ. ഭാവിയിൽ ആ കുട്ടിക്ക് ഉള്ള ഡ്രീംസിനെ കുറിച്ചിട്ട്, ആ കുട്ടിയുടെ ലക്ഷ്യത്തെക്കുറിച്ചിട്ടാണ് ആ കുട്ടി പറയുന്നത്. നെക്സ്റ്റ്, ഡു യു ഹാവ് സച്ച് ഡ്രീംസ്? ഹാവ് യു എവർ തോട്ട് അബൌട്ട് യുവർ ഡ്രീം കരിയർ? നിങ്ങൾക്ക് അങ്ങനെ സ്വപ്നങ്ങളുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ലൈഫിൽ ഫ്യൂച്ചറിലൊരു ഡ്രീം കരിയർ ഉണ്ടോ എന്നുള്ളതാണ്. ഇതൊക്കെ നിങ്ങളുടെ ഒപ്പീനിയനാണ് എഴുതാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഡ്രീംസിനെ കുറിച്ചിട്ടും നിങ്ങളുടെ ഡ്രീം കരിയറിനെ കുറിച്ചിട്ടും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, നൗ തിങ്ക് ഓഫ് യുവർ കരിയർ ചോയ്സസ് ആൻഡ് നോട്ട് ദം ഡൗൺ. ടെൽ ദി ക്ലാസ് അബൌട്ട് യുവർ ഡ്രീം കരിയർ ആൻഡ് ഹൗ യു വിഷ് ടു അക്കംപ്ലിഷ് ഇറ്റ്. അതായത് നിങ്ങളുടെ ആ ഒരു ഡ്രീം കരിയർ എന്താണ്, അതിനെക്കുറിച്ചിട്ട്, ആ ഒരു സ്വപ്നത്തെക്കുറിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ നിങ്ങളുടേതായിട്ടുള്ള ഒപ്പീനിയനിൽ, അതായത് ഓരോ കുട്ടിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രീംസ് ആയിരിക്കും. അത് നിങ്ങൾ തന്നെ ആൻസർ ചെയ്യുക. നെക്സ്റ്റ്, മോസ്റ്റ് പീപ്പിൾ ഡ്രീം ഓഫ് എ സേഫ് ആൻഡ് സെക്യൂർ ലൈഫ്.
അത് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് നമ്മുടെ ഭാവിയെക്കുറിച്ചിട്ടാണ് അല്ലേ? അതായത് നമുക്ക് നല്ല സുരക്ഷിതമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാകണം, നമുക്ക് നല്ല കരിയർ ഉണ്ടാകണം, അങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങളാണ് നമ്മളെല്ലാവരും കാണുന്നത്. ഹൗവെവർ ദർ ആർ സം who ഡെഡിക്കേറ്റ് their lives to the service of others. പക്ഷെ അങ്ങനെയല്ല, ചില ആളുകളുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവരവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചവർ, മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഫോർ ദം ഇൻഡിവിജ്വൽ preferences are insignificant. Can you name a few who strive for common cause? അങ്ങനെയുള്ള ആളുകളുടെ കുറച്ച് പേരുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്ന ആളുകളുടെ പേരുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വാട്ട് ആർ ദി ഫേമസ് ഫോർ? അവർ എങ്ങനെയാണ് ഫേമസ് ആയിട്ടുള്ളത് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒരു പേര് നമുക്ക് തന്നിട്ടുണ്ട്, നെൽസൺ മണ്ടേല. He was a South African anti-apartheid activist and politician who served as the first president of South Africa from 1994 to 1999. നെൽസൺ മണ്ടേല ഒരു വർണ്ണവിവേചനത്തിന് എതിരായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളായിരുന്നു. അദ്ദേഹം പൊളിറ്റീഷ്യനാണ്. അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലെ ഫസ്റ്റ് പ്രസിഡൻ്റാണ്. 1994 മുതൽ 1999 വരെയായിരുന്നു അദ്ദേഹം പ്രസിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ്, ഡോക്ടർ APJ അബ്ദുൽ കലാം വാസ് എൻ ഇന്ത്യൻ aerospace scientist and statesman who served as the 11th president of India from 2002 to 2007. Next, Mahatma Gandhi is known for leading India to independence through his non-violence. അഹിംസയിലൂടെ, അക്രമരാഹിത്യത്തിലൂടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന, ഇന്ത്യയെ മുന്നോട്ട് നയിച്ചിട്ടുള്ള ആളായിരുന്നു മഹാത്മാഗാന്ധി. ഹിസ് എഫേർട്സ് നോട്ട് ഓൺലി കോൺട്രിബ്യൂട്ടഡ് ടു ദി എൻഡ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ബട്ട് ഓൾസോ ഇൻസ്പയർഡ് സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ്സ് വേൾഡ് വൈഡ്. നെക്സ്റ്റ്, മദർ തെരേസ ഈസ് റിനോൺ ഫോർ ഹർ ഹ്യൂമാനിറ്റേറിയൻ വർക്ക്. ഷീ ഫൗണ്ടഡ് ദ മിഷണറീസ് ഓഫ് ചാരിറ്റി. അതായത് ചാരിറ്റി പ്രവർത്തനത്തിലൂടെ ഫേമസ് ആയിട്ടുള്ള ആളാണ് മദർ തെരേസ. ഒരു ഹ്യൂമാനിറ്റേറിയൻ വർക്കിലൂടെ ഒരു സോഷ്യൽ വർക്കറായിരുന്നു മദർ തെരേസ. ഓക്കെ, നെക്സ്റ്റ്, അബൌട്ട് ദ ഓദർ. ഡ്രീം റിയലൈസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു വർക്കിൻ്റെ ഓദർ ആരാണെന്ന് നോക്കാം. മഹാദേവ് ദേശായി ആണ്. വാസ് എൻ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിവിസ്റ്റ്, സ്കോളർ ആൻഡ് റൈറ്റർ, ബട്ട് റിമെമ്പേർഡ് ആസ് ഗാന്ധിസ് പേഴ്സണൽ സെക്രട്ടറി. മഹാദേവ് ദേശായി ഒരു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിവിസ്റ്റാണ്, സ്കോളറാണ്, റൈറ്ററാണ്. അദ്ദേഹത്തെ കൂടുതൽ ഓർമ്മിക്കുന്നത് ഗാന്ധിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ടാണ്. ഈസ് ഹൈലി റിഗാർഡഡ് ആസ് എ ട്രാൻസ്ലേറ്റർ ആൻഡ് റൈറ്റർ ഇൻ ഗുജറാത്തി. അതുപോലെ ഗുജറാത്തിയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ട്രാൻസ്ലേറ്റർ ആൻഡ് റൈറ്റർ കൂടിയാണ് മഹാദേവ് ദേശായി. ഓക്കെ, ഡ്രീംസ് റിയലൈസ്ഡ് ബൈ മഹാദേവ് ദേശായി. ഓക്കെ, നമുക്ക് ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ നോക്കാം. ഡ്യൂറിങ് ഹിസ് വിസിറ്റ് ടു ഇംഗ്ലണ്ട്, ഗാന്ധിജി അറ്റൻഡഡ് മെനി മീറ്റിംഗ്സ് ദാറ്റ് വർ ഓർഗനൈസ്ഡ് ടു ഓണർ ഹിം. അപ്പോൾ അദ്ദേഹം ഇംഗ്ലണ്ടിൽ ഒരുപാട് പ്രാവശ്യം അദ്ദേഹം വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ അദ്ദേഹം വിസിറ്റ് ചെയ്ത സമയത്ത് ഒരു മീറ്റിങ്ങിൽ, അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു മീറ്റിങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി. ദ സ്റ്റുഡൻസ് ഓഫ് ഫ്രാൻസ് ഓർഗനൈസ്ഡ് എ റിസപ്ഷൻ ഫോർ ദ സ്പിരിച്വൽ അംബാസഡർ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ ആത്മാവായിട്ടുള്ള അംബാസഡർ ആണ് ഗാന്ധി. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെയാണ് അഭിസംബോധന ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ഫ്രാൻസിലെ സ്റ്റുഡൻസ് അവരാണ് ഈ ഒരു റിസപ്ഷൻ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദ വെൽക്കംഡ് ഹിം ആസ് വൺ ബ്രിങ്ങിങ് ലൈറ്റ് ടു ദ എക്സ്പ്ലോയിറ്റേഷൻ ബ്ലൈൻഡ് വേസ്റ്റ് ആൻഡ് ആക്ടിങ് ആസ് എ ഹീലിംഗ് ബാം ടു ദ വാർവിയറി യൂറോപ്പ്. അപ്പോൾ ഈ ഫ്രാൻസിലെ കുട്ടികൾ ഗാന്ധിയെ വെൽക്കം ചെയ്തത് ഇങ്ങനെയാണ്. അതായത് ഈ ഒരു എക്സ്പ്ലോയിറ്റേഷൻ, അതായത് ചൂഷണം ചെയ്തിട്ടുള്ള ഈ ഒരു വെസ്റ്റിലേക്ക് ഒരു പ്രകാശം കൊണ്ടുവരുന്ന, അതുപോലെ ഒരു വാർവിയറി ആയിട്ടുള്ള യൂറോപ്പ്. അതായത് വാർവിയറി മീൻസ് ദീർഘകാലം യുദ്ധത്തിൽ ക്ഷീണിച്ച യൂറോപ്പ്. അപ്പോൾ അതിനൊരു ഹീലിംഗ് ബാമായിട്ട്, ഒരു മുറിവണക്കുന്ന ഒരു ബാമായിട്ടാണ്
നമ്മുടെ ഗാന്ധിയെ അഭിസംബോധന ചെയ്ത് വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. ഇൻ ഹിസ് റിപ്ലൈ ഗാന്ധിജി അഡ്രസ്ഡ് ദം ആസ് ഫ്രണ്ട്സ് ആൻഡ് ഫെല്ലോ സ്റ്റുഡൻസ്. അപ്പോൾ അദ്ദേഹം ഗാന്ധിയെ വെൽക്കം ചെയ്ത് ഗാന്ധി അതിന് കൊടുക്കുന്ന ഒരു റിപ്ലൈ എന്ന് പറയുന്നത്, അദ്ദേഹം അവിടെ കൂടിയിരുന്ന ആളുകളെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്തത്, ഫ്രണ്ട്സ് ആൻഡ് ഫെല്ലോ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടാണ്. സിൻസ് ഐ വിസിറ്റഡ് ഫ്രാൻസ് ആസ് എ സ്റ്റുഡൻറ്റ് ടു സീ ദ എക്സിബിഷൻ അറ്റ് പാരീസ് ഇൻ 1890. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ പാരീസിൽ 1890 ഒരു എക്സിബിഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു സ്റ്റുഡൻ്റ് ആയ സമയത്ത് അത് കാണാൻ വേണ്ടിയിട്ട് ഫ്രാൻസ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഐ ഹവ് ലേൺ സംതിങ് ഓഫ് ദ ട്രഡീഷൻസ് ഓഫ് യുവർ കൺട്രി ആൻഡ് ഓഫ് ദ ടീച്ചിങ്സ് ഓഫ് റൂസോ ആൻഡ് വിക്ടർ ഹ്യൂഗോ. ആ സമയത്ത് ഞാൻ നിങ്ങളുടെ രാജ്യത്തിൻ്റെ ആ ഒരു പാരമ്പര്യം, ആ ഒരു ട്രഡീഷൻ ഒക്കെ ഞാൻ ലേൺ ചെയ്യുന്നത് ആ സമയം മുതലാണ്. അതുപോലെ റൂസോ, വിക്ടർ ഹ്യൂഗോ ഇവരെ കുറിച്ചിട്ടൊക്കെ, ഇവരുടെ ടീച്ചിങ്സൊക്കെ ഞാൻ ലേൺ ചെയ്യുന്നത് ആ സമയത്താണ്. നൗ ഓൺ മൈ എൻറ്ററിങ് അപ്പോൺ മൈ മിഷൻ. പക്ഷേ ഇപ്പോൾ എന്നിൽ ഒരു ദൗത്യം, ഒരു മിഷൻ, ഒരു എയിം എന്നിൽ അർപ്പിച്ചിട്ടുണ്ട്. മൈ വെരി ഡിഫിക്കൽട്ട് മിഷൻ ഇൻ ഇന്ത്യ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഒരു വളരെ ബുദ്ധിമുട്ടേറിയ ഒരു മിഷനാണ് അത്. ഇറ്റ് ഹാർട്ടൻസ് മീ ടു ഫൈൻഡ് എ വെൽക്കം ഫ്രം യു. നിങ്ങളുടെ അടുത്തുനിന്ന് ഇത്രയും ഒരു സ്വീകാര്യത അല്ലെങ്കിൽ ഇത്രയും ഒരു വെൽക്കം എനിക്ക് കിട്ടിയതിൽ വളരെയധികം ഹാപ്പിയാണെന്ന് പറയുന്നുണ്ട്. ഹി എക്സ്പൗണ്ടഡ് ദ മെസ്സേജ് ഓഫ് നോൺ വയലൻസ് ടു ദ യൂത്ത്. അദ്ദേഹത്തിൻ്റെ ആശയമായിട്ടുള്ള നോൺ വയലൻസ്, അഹിംസ അദ്ദേഹം യൂത്തിൻ്റെ ഇടയിൽ സ്പ്രെഡ് ചെയ്യണം. He explained that non-violence was no weapon of the weak, but of the strongest. That strength was not mere strength of muscle. അദ്ദേഹം പറയണം, നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് നോൺ വയലൻസ് എന്ന് പറയുന്നത് വീക്കായിട്ടുള്ള ആളുകളുടെ ഒരു ആയുധമാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. പക്ഷേ സ്ട്രോങ് ആയിട്ടുള്ള ആളുകളുടെ ആയുധമാണ് നോൺ വയലൻസ് എന്ന് പറയുന്നത്. അത് ഒരു മസിൽസിൻ്റെ സ്ട്രെങ്ത്ത് മാത്രമല്ല, സ്ട്രെങ്ത്ത് അല്ല അത് കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. ടു നോൺ വയലൻറ്റ് മാൻ സ്ട്രെങ്ത്ത് ഓഫ് മസിൽ ഈസ് നോട്ട് നെസസറി, ബട്ട് എ സ്ട്രോങ് ഹാർട്ട് ഈസ് ആൻ ആബ്സല്യൂട്ട് നെസസിറ്റി. അതായത് ഒരു നോൺ വയലൻ്റ് ആയിട്ടുള്ള മാൻ, അതായത് ഒരു അഹിംസയിലൂടെ പോകുന്ന, അക്രമരാഹിത്യം ഒക്കെയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് എന്താ ആവശ്യമില്ല, സ്ട്രെങ്ത്ത് ആവശ്യമില്ല, മസിൽ സ്ട്രെങ്ത്ത് ആവശ്യമില്ല. പക്ഷേ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹാർട്ടാണ് അവന് ആവശ്യമായിട്ടുള്ളത് എന്ന് പറയണം. ടു കിൽ ആൻഡ് ടു ബി കിൽഡ് ഇൻ ഫൈറ്റിംഗ് ആൻ എനിമി ആർ ആക്ട്സ് ഓഫ് ബ്രേവറി, but to stand the blows of your adversaries and not to retaliate is a greater form of bravery. അതായത് ഒരാളെ കൊല്ലുക അല്ലെങ്കിൽ ഒരു എനിമിയുമായിട്ട് ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒക്കെ ഒരു ആക്ട് ഓഫ് ബ്രേവറിയാണ്, അതായത് ഒരു ധീരതയാണ്. പക്ഷേ ആ ഒരു എതിരാളി നമ്മളൊന്ന് മുഖത്തൊന്ന് അടിച്ചു കഴിഞ്ഞാലും അതിന് തിരിച്ച് അടിക്കാതെ നിൽക്കുന്നതാണ് യഥാർത്ഥ ബ്രേവറി, യഥാർത്ഥ ധീരത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റിട്ടാലിയേറ്റ് എന്ന് പറഞ്ഞാൽ തിരിച്ചടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അഡ്വേഴ്സറി എന്ന് പറഞ്ഞാൽ ഒപ്പോണൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ദാറ്റ് ഈസ് പ്രിസൈസ്ലി വാട്ട് ഇന്ത്യ ഹാസ് ബീൻ ട്രെയിനിങ് ഹെർസെൽഫ് ഫോർ. അതാണ് ഇന്ത്യയെ ട്രെയിൻ ചെയ്തിട്ടുള്ളത്. ഈ ഹെർസെൽഫ് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഭാരതത്തെയാണ്, ഇന്ത്യയാണ്. ഒരു വുമൺ ആയിട്ടാണ്, ഒരു ഫീമെയിലായിട്ടാണ് ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇൻ വൺ ഓഫ് ഹിസ് സ്പീച്ചസ് ഹി ബ്രോട്ട് ഔട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് നോൺ വയലൻസ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ചിൽ അദ്ദേഹം എഡ്യൂക്കേഷനും നോൺ വയലൻസും തമ്മിലുള്ള ആ ഒരു ബന്ധം അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഹി സെഡ് റിയൽ എഡ്യൂക്കേഷൻ കൺസിസ്റ്റ് നോട്ട് ഇൻ പാക്കിംഗ് ദ ബ്രെയിൻ വിത്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്, നോട്ട് ഇൻ പാസിംഗ് എക്സാമിനേഷൻസ് ബൈ റീഡിങ് ന്യൂമറസ് ബുക്സ്, ബട്ട് ഇൻ ഡെവലപ്പിംഗ് ക്യാരക്ടർ. അപ്പോൾ അദ്ദേഹം പറയാണ്, ഒരു യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ തലയിലേക്ക് ഇങ്ങനെ ഒരുപാട് ഫാക്ട്സും ഫിഗേഴ്സും ഇങ്ങനെ നിറച്ച് വെക്കുന്നതല്ല ഒരു യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതുപോലെ പരീക്ഷകളിലൊക്കെ പാസ്സാകുന്നതല്ല ഒരു യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹം പറയാണ്,
ക്യാരക്ടർ ഡെവലപ്മെൻറ്റാണ്, നമ്മുടെ സ്വഭാവ രൂപീകരണമാണ് യഥാർത്ഥ വിദ്യാഭ്യാസത്തിലൂടെ വിജയിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. I can say that if you explore the possibilities of non-violence, you will find that without character, it will prove a profitless studies. അപ്പോൾ അദ്ദേഹം പറയാണ്, ഈ നോൺ വയലൻസിൽ ഒരു ക്യാരക്ടർ ഫോർമേഷൻ ഇല്ലെങ്കിൽ, ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ഇല്ലെങ്കിൽ ആ ഒരു സ്റ്റഡി എന്ന് പറയുന്നത് ഒരു പ്രോഫിറ്റ്ലെസ് ആകും, അതായത് ഒരു ലാഭമില്ലാത്ത ഒന്നായി മാറും എന്നാണ് പറയുന്നത്. അപ്പോൾ ക്യാരക്ടർ ഫോർമേഷൻ, ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നോൺ വയലൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണെന്നാണ് പറയുന്നത്. In a movement such as we are conducting in India, we need the intellectual sympathy of the whole world. Scores of letters came to Gandhiji daily from all parts of Britain and the continent, welcoming him and expressing sympathy for his mission. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ലെറ്റേഴ്സ് അതായത് ബ്രിട്ടനിന്നും പല രാജ്യങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് ഒരുപാട് ലെറ്റേഴ്സ് വന്നിരുന്നു. അദ്ദേഹത്തിനെ വെൽക്കം ചെയ്തുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഈ ഒരു മിഷനിൽ അദ്ദേഹത്തിന് വെൽക്കം ചെയ്തുകൊണ്ട് ഒരുപാട് ലെറ്റേഴ്സ് വന്നിരുന്നു. ഓൾ ദ ഫ്രണ്ട്സ് ഹൂ ന്യൂ ഹിം ഇയേഴ്സ് എഗോ ആസ് എ യങ് സ്റ്റുഡൻറ്റ് ടേൺഡ് അപ്പ് ടു സീ ഹിം, ആൻഡ് ഓൾ ദ ഇംഗ്ലീഷ് ഫ്രണ്ട്സ് ഇൻക്ലൂഡിങ് സിവിൽ സർവൻസ് മെയ്ഡ് എ പോയിൻറ്റ് ഓഫ് റിന്യൂവിങ് ദ ഫ്രണ്ട്ഷിപ്പ്. അതുപോലെ അദ്ദേഹത്തിന് ഒരുപാട് പഴയ സുഹൃത്തുക്കളും അതുപോലെ ഇംഗ്ലീഷ് ഫ്രണ്ട്സ്, സിവിൽ സർവൻസ് ഇവരൊക്കെ അദ്ദേഹത്തിന് ബന്ധപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. Even celebrities who had heard about him were eager to meet him in person. അതുപോലെ സെലിബ്രിറ്റീസ് പോലും ഗാന്ധിയെക്കുറിച്ചിട്ട് അറിയുകയും അവർ അദ്ദേഹത്തെ മീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. Perhaps few would believe that when Gandhi was told that Mr. Charlie Chaplin would like to see him, he innocently asked who that distinguished person was. ഒരിക്കൽ ഗാന്ധിജിനെ കാണാൻ വേണ്ടിയിട്ട് ഗാന്ധിജിയെ മീറ്റ് ചെയ്യാൻ ചാർലി ചാപ്ലിന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഗാന്ധി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഏതാണ് ഈ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പേഴ്സൺ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. ബട്ട് as soon as he was told that Mr. Chaplin came from the people and lived for the people and that he had made millions laugh, he agreed to meet him. അപ്പോൾ അദ്ദേഹത്തോട് ഗാന്ധിയോട് ചാപ്ലിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇങ്ങനെയായിരുന്നു. അദ്ദേഹം ചാപ്ലിൻ എന്ന് പറയുന്നത് ജനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, ജനങ്ങൾ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ചാപ്ലിൻ. അദ്ദേഹത്തിന് ഗാന്ധിയെ കാണാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ ഗാന്ധി അതിനെ എഗ്രി ചെയ്യുന്നുണ്ട്. ചാപ്ലിൻ ഹാഡ് എവിഡൻ്റ്ലി ഹാർഡ് ഓഫ് ഗാന്ധി സ്പിന്നിങ് വീൽ ആൻഡ് ദ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ he asked was why Gandhiji was against machinery. The question delighted Gandhiji, who explained to him in detail why the 6 months unemployment of the whole peasant population of India made it important for him to restore them. അപ്പോൾ ചാപ്ലിൻ ഗാന്ധിയെ കണ്ടുമുട്ടിയ സമയത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, എന്തുകൊണ്ടാണ് ഗാന്ധിയുടെ സ്പിന്നിങ് വീലിനെ കുറിച്ചിട്ടൊക്കെ ചാപ്ലിൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ചിട്ടൊക്കെ പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എന്തുകൊണ്ടാണ് ഗാന്ധി മെഷീനറിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്, മെഷീനറിക്ക് എതിരായിട്ടുണ്ടായിരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതായിരുന്നു. ആ ഒരു ക്വസ്റ്റ്യൻ ഗാന്ധിയെ വളരെയധികം ഡിലൈറ്റഡ് ആക്കി, സന്തോഷമാക്കി, ഹാപ്പി ആക്കി എന്നാണ് പറയുന്നത്. ഗാന്ധിജി അതിന് കൊടുത്തിട്ടുള്ള മറുപടി ഇങ്ങനെയായിരുന്നു, 6 മാസക്കാലത്തോളം ഇന്ത്യയിലെ പെസൻറ്റ് മീൻസ് കർഷകർ, അവർ അൺഎംപ്ലോയ്മെൻ്റ് ആയിരുന്നു, അവർക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് അവരെ റിസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പിന്നിങ് വീൽ എന്നുള്ള പദ്ധതിയിലേക്ക് വന്നത്, മെഷീനറിക്ക് അഗെയിൻസ്റ്റ് ആയത്. ഗാന്ധിജി സെഡ്, ഇൻ ക്ലോത്ത് ആൻഡ് ഫുഡ് എവറി നേഷൻ ഷുഡ് ബി സെൽഫ് കണ്ടെയ്ൻഡ്, വി വർ സെൽഫ് കണ്ടെയ്ൻഡ് ആൻഡ് വാണ്ട് ടു ബി സോ അഗെയിൻ. അപ്പം അദ്ദേഹം പറയണം, വസ്ത്രത്തിലും ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ഓരോ നേഷനും സ്വയം പര്യാപ്തത കൈവരിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്.
There were requests from various women's organizations for an address by Gandhiji, and he addressed the Women's India Council in Morley College Hall. അപ്പോൾ ഒരുപാട് വുമൻസ് സ്ത്രീകളുടെ ഓർഗനൈസേഷൻസ് ഗാന്ധിജി അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഈ ഒരു വുമൻസ് ഇന്ത്യ കൗൺസിൽ മോർലി കോളേജ് ഹാളിൽ വുമൻസ് ഇന്ത്യ കൗൺസിലുമായിട്ട് അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അറ്റ് ദിസ് മീറ്റിംഗ് ഗാന്ധിജി ടുക്ക് ദ ഓപ്പർച്യൂണിറ്റി ഓഫ് കറക്റ്റിംഗ് വേരിയസ് നോഷൻസ് അബൌട്ട് ദ വുമൺ ഓഫ് ഇന്ത്യ. ആ ഒരു അവസരത്തിലാണ് ഗാന്ധി എന്ത് ചെയ്യുന്നത്, കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതായത് ഇന്ത്യയിലെ സ്ത്രീകളെ കുറിച്ചിട്ടുള്ള ആശയങ്ങൾ അതിനെക്കുറിച്ചിട്ട് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പ്രസൻറ്റഡ് എ വിവിഡ് പിക്ചർ ഓഫ് ദ ഹീറോയിക് പാർട്ട് ദേ പ്ലേഡ് ഡ്യൂറിങ് ദ ഫ്രീഡം സ്ട്രഗിൾ. അതുപോലെ അദ്ദേഹം സ്ത്രീകൾ ഈ ഒരു ഫ്രീഡം സ്ട്രഗിളിൽ എത്രത്തോളം ഒരു ഹീറോയിക് റോള് വഹിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. നോ ഹിൻഡ്രാൻസസ് ഹാവ് ബീൻ പ്ലേസ്ഡ് ഇൻ ദ വേ ഓഫ് ദെയർ എൻ്ററിങ് പബ്ലിക് ലൈഫ്. For several years, when our organizations were declared illegal and those in charge of them put into prison, it was the women who came to the forefront and filled the jails. അതായത് ഈ സ്ത്രീകൾക്ക് മുമ്പിൽ പബ്ലിക് ലൈഫിൽ വരാൻ ഒരു തടസ്സങ്ങളും ഇല്ലായിരുന്നു. പക്ഷേ കുറച്ച് വർഷങ്ങൾ അവരുടെ ആ ഒരു ഓർഗനൈസേഷൻ ഇല്ലീഗലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ ജയിലിലടക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹി ദെൻ വെന്റ് ടു ഡിസ്ക്രൈബ് ഹൗ ദേ കെയിം ഔട്ട് ഓഫ് ദെയർ ഹോംസ് ഇൻ വൺ മാസ് ആൻഡ് ഷോഡ് ആൻ അവേക്കനിങ് വിച്ച് വാസ് മിറാക്കുലസ്. അതുപോലെ അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഈ സ്ത്രീകൾ അവരുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്നുള്ള കാര്യത്തിൽ. ദേ ടുക്ക് പാർട്ട് ഇൻ പ്രൊസഷൻസ് മീൻസ് ഘോഷയാത്രകൾ. അതായത് അവർ എങ്ങനെയാണ് ഫ്രീഡം സ്ട്രഗിളിലൊക്കെ എങ്ങനെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് പറയണം. അവർ പ്രൊസഷൻസ് അതായത് ഘോഷയാത്രകളിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. ഡിഫൈഡ് ദ ലോ ആൻഡ് ബോർ ദ ലാത്തി ബ്ലോസ് വിത്തൗട്ട് റേസിങ് എ ലിറ്റിൽ ഫിംഗർ. അവർക്ക് ലാത്തി കൊണ്ടുള്ള അടികളൊക്കെ നന്നായിട്ട് കിട്ടുമായിരുന്നു ഈ ഒരു ജാഥകളിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത്. It was not learned women like Sarojini Naidu, but hundreds of unlettered women who had borne lathi blows to the head, bleeding profusely, with സ്റ്റാൻഡിങ് അൺഫ്ലിഞ്ചിങ്ലി ഓർഡറിങ് ദെയർ കമ്പാനിയൻസ് നോട്ട് ടു മൂവ്. അതായത് നമുക്ക് അറിയാവുന്ന സരോജിനി നായിഡുവിൻ്റെ പേര് മാത്രമേ സ്ത്രീകൾ നമ്മൾക്ക് അറിയാവുന്നതുള്ളൂ. പക്ഷേ അതായത് നൂറുകണക്കിന് സ്ത്രീകൾ ഈ ഒരു ലാത്തി ചാർജിന് ഇരയാകുകയും അവരുടെ ഫോർഹെഡിൽ നിന്നൊക്കെ ബ്ലഡ് ഒഴുകുകയൊക്കെ ചെയ്യുന്ന, അവർക്ക് അടി കിട്ടിയിട്ട് ബ്ലഡ് ഒഴുകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും അവരുടെ ആ ഒരു കമ്പാനിയൻസ് അവരോട് ഓർഡർ ചെയ്തിരിക്കുന്നത് അവിടുന്ന് മൂവ് ചെയ്യരുത് എന്നുള്ള തരത്തിലായിരുന്നു. അങ്ങനെ സ്ത്രീകളെല്ലാവരും ഒരു ഹീറോയിക് റോള് ഉണ്ടായിരുന്നു ഫ്രീഡം സ്ട്രഗിളിൽ. ദെൻ അബൌട്ട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഗാന്ധിജി മേഡ് ഹിസ് പോയിൻ്റ് ഓഫ് വ്യൂ ക്ലിയർ അറ്റ് എ മീറ്റിംഗ്. അതുപോലെ ഗാന്ധിജി തൻ്റെ ആശയം ഒരുപാട് മീറ്റിങ്ങുകളിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിനെ കുറിച്ചിട്ടുള്ള തൻ്റെ ആശയം വിവരിക്കുന്നുണ്ട്. ഐ ആം നോട്ട് ഹിയർ ടു ബെഗ് ഫോർ ഇൻഡിപെൻഡൻസ് ബട്ട് ഐ ഹാവ് കം ആസ് എ റിസൾട്ട് ഓഫ് ലാസ്റ്റ് ഇയേഴ്സ് സഫറിങ്. ഞാൻ ഒരിക്കലും നിങ്ങളോട് ബെഗ് മീൻസ് യാചിക്കുക. ഞാൻ ഒരിക്കലും നിങ്ങളോട് യാചിക്കാൻ വേണ്ടിയിട്ടല്ല, അതായത് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തരണം എന്ന് യാചിക്കുന്നില്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ. പക്ഷേ വർഷങ്ങളായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു സഫറിങ്, ആ ഒരു സ്ട്രഗിള്, അതിനുള്ള ഒരു റിസൾട്ടാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ദർ ഇസ് നോ സച്ച് തിങ് ആസ് എ ഗിഫ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ഫ്രം എ നേഷൻ ടു അനദർ. ഐ എം ഹിയർ ടു ടെസ്റ്റിഫൈ ദാറ്റ് വി ഷോൾ കണ്ടിന്യൂ ദ പ്രോസസ് ഓഫ് സെൽഫ് സാക്രിഫൈസ് അണ്ടിൽ അറ്റ് ലാസ്റ്റ് നോ ബ്രിട്ടീഷ് വിൽ വാണ്ട് ടു റിമൈൻ ഇൻ ഇന്ത്യ ആസ് എ റൂളർ. അതായത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് നൽകുന്ന ഒരു ഗിഫ്റ്റല്ല ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്, ഫ്രീഡം എന്ന് പറയുന്നത്, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അദ്ദേഹം പറയാണ്, ഞാനിവിടെ ടെസ്റ്റിഫൈ ചെയ്യാണ്, അതായത് ഞങ്ങൾ ഈ ഒരു പ്രോസസ്സ്, ഞങ്ങളുടെ ഈ ഒരു സെൽഫ് സാക്രിഫൈസ്, ഈ ഒരു ത്യാഗം ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യും. ഏതുവരെ? ഒരു ബ്രിട്ടീഷർ ഇന്ത്യയിൽ ഭരിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുന്നത് വരെ ഞങ്ങൾ ഈ ഒരു സാക്രിഫൈസ്, ഈ ഒരു സെൽഫ് സാക്രിഫൈസ് കണ്ടിന്യൂ ചെയ്യുമെന്ന് പറയാണ്. At the Federal Structure Committee of the Round Table Conference, Gandhi spoke about his dream of independent India. അതുപോലെ വട്ടമേശ സമ്മേളനത്തിൽ അദ്ദേഹം
തൻ്റെ ഡ്രീമിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഒരു ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ, സ്വതന്ത്രമായിട്ടുള്ള ഒരു ഇന്ത്യയെക്കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഇഫ് ഐ വാണ്ട് ഫ്രീഡം ഫോർ മൈ കൺട്രി, I do not want that freedom in order that I may exploit any other race upon earth or any single individual. അതായത് എനിക്ക് എൻ്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല മറ്റൊരാളുടെ സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ മറ്റൊരു വംശത്തെ നശിപ്പിച്ച് എനിക്ക് സ്വാതന്ത്ര്യം നേടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു സിംഗിൾ ഇൻഡിവിജ്വലിനെ പോലും, ഒരു വ്യക്തിനെ പോലും നശിപ്പിച്ച് എനിക്ക് സ്വാതന്ത്ര്യം നേടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. Thus Gandhiji, along with all other freedom fighters, persuaded the British rulers to give India her legitimate independence, which in his words was her birthright. അപ്പോൾ ഗാന്ധിജിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഫ്രീഡം ഫൈറ്റേഴ്സും ബ്രിട്ടീഷ് റൂളേഴ്സിനെ, ബ്രിട്ടീഷ് അധികാരികളെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? ഇന്ത്യക്ക് അവളുടെ ബർത്ത് റൈറ്റ്, അവളുടെ ജന്മാവകാശമായിട്ടുള്ള ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം കിട്ടണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ദ ഡ്രീം ഓഫ് ഇൻഡിപെൻഡൻസ് വാസ് അക്കംപ്ലിഷ്ഡ് ബൈ ഇസ് inimitable method of unwavering non-violence and non-cooperation. അങ്ങനെയാണ് ഗാന്ധിജി തൻ്റെ നോൺ വയലൻസിലൂടെ, നോൺ കോപ്പറേഷനിലൂടെ, അഹിംസയിലൂടെ ആ ഒരു സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നത്, ഇൻഡിപെൻഡൻസ് നേടിയെടുക്കുന്നത് എന്നാണ് പറയുന്നത്. അതായിരുന്നു ഗാന്ധിയുടെ ഡ്രീം. ഓക്കെ, ഇത് നാഷൻസ് വോയിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗാന്ധിയുടെ കളക്ഷൻ ഓഫ് സ്പീച്ചിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗം മാത്രമാണ് നമുക്ക് ഈ പഠിക്കാനുള്ള ഡ്രീംസ് റിയലൈസ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ.